ഇതാണ് തഞ്ചാവൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ബൃഹദീശ്വര ടെമ്പിൾ. ഇന്ന് ഇവിടെ നിന്ന് വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ദിസ് ടെമ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ബിഗ് ടെമ്പിൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹ്യൂജ് സ്ട്രക്ചർ. രാജരാജ ചോളൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ടവർ 216 ഫീറ്റ് നീളമുണ്ടത്രേ. എന്നിരുന്നാലും ഉച്ചവെയിൽ അതിൻ്റെ ഉച്ചവെയിലിൽ ഉള്ള ഷാഡോ താഴെ കാണാൻ പറ്റത്തില്ല. അത്ര വിചിത്രമാണ് ചോളന്മാരുടെ ശില്പശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദെയർ ആർക്കിടെക്ചറൽ പ്രിസിഷൻ. ഇറ്റ്സ് അമേസിങ്. പിന്നെ ഒരു 80 ടൺ ഭാരമുള്ള കലശം ഇതിൻ്റെ മുകളിൽ ആ കാലഘട്ടത്തിൽ ഒരു മെഷീൻ്റെയും സഹായമില്ലാതെയാണ് സ്ഥാപിച്ചത് എന്നും കൂടി കേട്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര അതിശയം തോന്നി എനിക്ക്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ആ കാറ്റത്ത് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ഫീലാണ്. ഇവിടുത്തെ ടെമ്പിൾ വാൾസിലൊക്കെ ധാരാളം പെയിൻറ്റിങ്സ് കാണാം. പക്ഷേ അതിനെല്ലാം ഉള്ളിൽ ചോള പീരീഡിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു നർത്തകി കൂടിയായി എനിക്ക് ഇന്നിവിടെ വന്ന് നടരാജസ്വാമിയുടെ മുന്നിൽ 2 ചുവട് നൃത്തം ചെയ്യാൻ സാധിച്ചു. ആ നിമിഷം ഞാൻ അനുഭവിച്ച ഒരു സന്തോഷവും ഒരു സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഹ്യൂജ് നന്ദി ഈസ് കാർഡ് ഔട്ട് ഓഫ് സിംഗിൾ സ്റ്റോൺ എന്നാണ് പറയുന്നത്. ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് വന്നു. അവരിന്നും ശിവകാശിയും എൻ്റെ ക്യാരക്ടറായ വൈരത്തെയും ഓർക്കുന്നുണ്ട്. സ്നേഹം പങ്കുവച്ച് ഫോട്ടോസ് എടുത്തു. വളരെ സന്തോഷം. പിന്നെയെന്ന് വെച്ചാൽ ദിസ് ഇസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ഇൻ ദ വേൾഡ്, ബിൽറ്റ് ഫുള്ളി വിത്ത് ഗ്രാനൈറ്റ് എന്നാണ് പറയുന്നത്, നോ സിമെൻറ്റ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സീക്രട്ട് ടണൽസ് ഉണ്ട് അത്രേ, ലീഡിങ് ടു അതർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഇൻക്ലൂഡിങ് ശ്രീലങ്ക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പോയപ്പോൾ കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എന്തായാലും വളരെ സന്തോഷം ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.